നൽകിയത്. ഇനി ന്യൂസ് 18 പുറത്തുവിടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. 18 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയായിരുന്നു ആരോഗ്യകിരണം. ഈ പദ്ധതിയും പാളി എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സർക്കാർ ഫണ്ട് ലഭിക്കാതായതോടെ പല ആശുപത്രികളും സൗജന്യ ചികിത്സ നിർത്തിയിരിക്കുന്നു. ഫണ്ട് മുടങ്ങിയിട്ട് 2 വർഷമായെന്നും ഇനി പിടിച്ചു നിൽക്കാനാവില്ലെന്നുമാണ് ആശുപത്രികളുടെ നിലപാട്. OP ടിക്കറ്റിനടക്കം കുട്ടികളിൽ നിന്ന് തുക ഈടാക്കി തുടങ്ങി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. നമ്മൾ OP ടിക്കറ്റിന് മുന്നേ പൈസ കൊടുക്കണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് കൊച്ചു കുട്ടികൾക്ക് വരെ 10 രൂപ വെച്ചാണ് വാങ്ങിക്കുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് OP ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നത് അതിപ്പോൾ സെപ്പറേറ്റ് വരികളുണ്ടെങ്കിൽ പോലും കുട്ടികൾക്കായിരുന്നാലും സെപ്പറേറ്റ് വരിയുണ്ട്. പക്ഷേ ഒരാളാണ് ടോക്കൺ എടുത്തു കൊടുക്കുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കൊച്ചു കുട്ടികളെയും കൊണ്ടുവന്ന് ഞങ്ങൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടാണ് ഞങ്ങൾക്ക് OP ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നത്. മിക്ക ടെസ്റ്റിനും ബ്ലഡിനായിരുന്നാലും എല്ലാത്തിനും ടെസ്റ്റിന് പൈസ വാങ്ങിച്ചിട്ടാണ് ഇവിടെ നമ്മളിപ്പോൾ റിസൾട്ട് കാണിക്കാനായിട്ട് പറ്റുന്നത്. പുറമേക്ക് എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്? പുറമെ നമുക്ക് സ്കാനിങ്ങും അതിനും ഇതൊക്കെ പുറത്ത് ചെയ്യാനാണ് എഴുത്തായിരുന്നത്. ഇവിടെ നിന്ന് 2 വയസ്സുകാരനെയും കൊണ്ട് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ കുടുംബമാണിത്. ആരോഗ്യകിരണം പദ്ധതിയിൽ സൗജന്യ ചികിത്സ എന്ന സർക്കാർ ഉറപ്പ് വിശ്വസിച്ചവരാണ് ഇവർ. എന്നാൽ ചികിത്സ സൗജന്യമല്ലാതായിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് ആരോഗ്യകിരണം പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ ഈ ആശുപത്രിക്ക് നൽകേണ്ടിയിരിക്കുന്നത്. കുടിശ്ശികയായിരിക്കുകയാണ്. അടുത്ത കാലത്തായിട്ട് അതിനെ വേണ്ട രീതിയിൽ കേന്ദ്ര ഫണ്ട് വകയിരുത്തുവാനോ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ആരോഗ്യ വകുപ്പിൻ്റെ പ്രവർത്തനമെന്നോണം അത് സുദൃഢമായി കൊണ്ടുപോകുവാനോ സാധിക്കാത്ത സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ തുല്യമായി പ്രതികൂട്ടിലാണ്. ഇതൊരു ആശുപത്രിയിലെ മാത്രം അവസ്ഥയല്ല. സംസ്ഥാനത്തെ പല സർക്കാർ ആശുപത്രികളിലും ആരോഗ്യകിരണം പദ്ധതി അവസാനിപ്പിച്ച മട്ടാണ്. വരുമാന വ്യത്യാസമില്ലാതെ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ, ഇതാണ് ആരോഗ്യകിരണം പദ്ധതി. സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് പദ്ധതി നിർവ്വഹണത്തിനുള്ള തുക വകയിരുത്തുന്നത്. സർക്കാർ ആശുപത്രിയിൽ ലഭ്യമല്ലാത്ത ചികിത്സ എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികളിൽ നിന്നും ലഭ്യമാവും. 2022 നവംബർ 1 മുതൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി വഴിയാണ് ആരോഗ്യകിരണം പദ്ധതി നടപ്പാക്കുന്നത്. അതിനു മുൻപ് നാഷണൽ ഹെൽത്ത് മിഷൻ വഴിയായിരുന്നു പദ്ധതി നിർവഹണം. സൗജന്യ ചികിത്സയുടെ റീഫണ്ട് തുക കിട്ടാത്തതാണ് പദ്ധതി മുടങ്ങാൻ കാരണം. ആരോഗ്യരംഗത്തെ മുൻനിര നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒട്ടും പുറകിലല്ല. എന്നാൽ ഇതേ ആവേശവും ഊർജ്ജവും കൗമാരക്കാരുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഇത്തരം പദ്ധതികൾ നിലനിർത്തുന്നതിലും കാണിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ആരോഗ്യപൂർണമായ ഒരു ഭാവി ഇന്ത്യയെ നമുക്ക് പടുത്തുയർത്താൻ കഴിയുകയുള്ളൂ. ക്യാമറാമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം.